നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വൈദ്യുത നിരക്ക് വർദ്ധിപ്പിക്കും. ഉത്തരവ് നാളെ. സംസ്ഥാനത്ത് വൈദ്യുത നിരക്ക് വർദ്ധിപ്പിച്ച ഉത്തരവ് നാളെ ഇറങ്ങിയേക്കും. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നിരക്ക് വർധന ധരിപ്പിച്ചു. യൂണിറ്റിന് ശരാശരി 34 പൈസയെങ്കിലും കൂട്ടണമെന്നാണ് KSEB ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ യൂണിറ്റിന് 10 പൈസ മുതൽ 20 പൈസ വരെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം നാളെ ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു മുന്നോടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗത്തിനിടെ കൂട്ടത്തല്ല്, കസേര കൊണ്ട് തമ്മിലടി. CPM പൂണിത്തറ ലോക്കൽ കമ്മിറ്റി യോഗത്തിനിടെ കൂട്ടത്തല്ല്. സംസ്ഥാന കമ്മിറ്റി അംഗം CM ദിനേശ് മണി പങ്കെടുത്ത യോഗത്തിൽ പ്രവർത്തകർ പരസ്പരം കസേര കൊണ്ടടിച്ചു. ആക്രമണത്തിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു. CITU ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. 1.5 മാസത്തിന് മുമ്പുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് CPM പൂണിത്തറ ലോക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. സാമ്പത്തിക ആരോപണം നേരിടുന്ന ആളുകളെ വീണ്ടും ഭാരവാഹികളാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നു. ഇതിനെ മറുഭാഗം എതിർത്തു. ഇതാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ക്ലബിന് മുന്നിൽ നക്ഷത്രം തൂക്കുന്നതിനിടെ യുവാവിന് ഷോക്കേറ്റു. ദാരുണാന്ത്യം. കരിമണ്ണൂർ സ്വദേശി കമ്പിപ്പാലം കൈപ്പള്ളി സാജുവാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. ഇടുക്കി കമ്പിപ്പാലം ക്ലബിന് മുന്നിൽ നക്ഷത്രം തൂക്കുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വീട്ടിലെത്തി പോലീസിന്റെ പരിശോധന. കിടപ്പുമുറിയിലെ അലമാര തുറന്നപ്പോൾ കഞ്ചാവ്. യുവാവ് അറസ്റ്റിൽ. തൃശൂർ കുന്നംകുളം കേച്ചേരിയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്നും വൻ കഞ്ചാവ് വേട്ട. കേച്ചേരി സ്വദേശി സുനിലത്തിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ നിന്ന് 8 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് ഉച്ചയോടെയാണ് SI ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട്ടിലെത്തിയത്. പ്രതിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിൽ അലമാരയിൽ നിന്ന് 8 കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവാണ് പോലീസ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് കുന്നംകുളം മേഖലയിലെ വിവിധ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതി കച്ചവടം നടത്തുന്നെന്ന് പോലീസ് പറഞ്ഞു. ഓച്ചിറ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി കാണാതായി. വീട്ടമ്മയുടെ മൃതദേഹം പമ്പാ നദിയിൽ കണ്ടെത്തി. കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം പമ്പാ നദിയിൽ നിന്നും കണ്ടെത്തി. പന്തളം പെരുമ്പുളിക്കൽ ശ്രീനിലയം വീട്ടിൽ ശാന്ത P നായരുടെ മൃതദേഹമാണ് മാന്നാർ പാവൂക്കര കുരിയത്ത് കടവിന് പടിഞ്ഞാറ് മണലിക്കടവിൽ നിന്നും ഇന്ന് ഉച്ചയോടെ കണ്ടെത്തിയത്. 75 വയസ്സായിരുന്നു. ഓച്ചിറ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നതിനായി ബുധനാഴ്ച രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട ഇവരെ വൈകിട്ടും കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പമ്പാ നദിയിലൂടെ ഒഴുകിയെത്തിയ മൃതദേഹം മാന്നാർ പാവൂക്കര മണലിക്കടവിൽ മുളയിൽ കുരങ്ങിയ നിലയിൽ കാണപ്പെട്ടത്. മാവേലിക്കരയിൽ നിന്നെത്തിയ അഗ്നിശമന സേന മൃതദേഹം കരയ്ക്കടുപ്പിച്ചു. മാന്നാർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി.